ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വ്യാഴമാറ്റത്തെ കുറിച്ചാണ്. 2025 മെയ് മാസം 14 വ്യാഴം മിഥുനം രാശിയിലേക്ക് വന്നിരിക്കുക. അത് ഒരു വർഷമാണ് വ്യാഴം മിഥുനം രാശിയിൽ നിൽക്കുന്നത്. വ്യാഴത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വർഷം മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ 3-4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും താപങ്ങളും വ്യയങ്ങളും രോഗാദി ദുരിതങ്ങളും കടങ്ങളും എന്ന് വേണ്ട മാനാപമാനങ്ങളും ഒക്കെ സഹിച്ച് വിഷമിച്ച് കഴിയുന്ന ഒരു വലിയ ജനാവലി തന്നെ ഈ കുംഭം രാശിക്കാരുണ്ട്. കഴിഞ്ഞ വർഷം 4-ൽ മധ്യമമായ ബലമാണ് തന്നിരുന്നത്. എന്നാൽ 5-ാം ഭാവത്തിലേക്കാണ് ഇപ്പോൾ വ്യാഴത്തിന്റെ ആ സ്ഥിതി ഉള്ളത്. കണ്ടകശനി, ഏഴരശനി തീർന്നിട്ടില്ല. അതുപോലെ തന്നെ രാശിയിലേക്ക് രാഹു ഉണ്ട് താൻ. എന്നിരുന്നാലും അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ദോഷങ്ങളൊക്കെ പരിഹരിക്കുന്നതിന്, ക്ലേശങ്ങളൊക്കെ മാറുന്നതിന്, അഭിവൃദ്ധികൾ വന്നു ചേരുന്നതിന്, ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനും, നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനും, കുടുംബത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഒക്കെ ഉതകത്തക്ക രീതിയിൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടാണ് വ്യാഴം മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. പൊതുവെ നോക്കുമ്പോൾ കുംഭം രാശിക്കാർക്ക് ഒരു വർഷത്തേന് ആരോഗ്യം തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരും. ശ്രേയസ്സും യശസ്സും എന്ന് പറയുമ്പോൾ അതങ്ങനെ വെറുതെ വരുന്നതല്ലല്ലോ, പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ്. അത് ധന ആഗമന യോഗവുമുണ്ട്. പണവും കൂടി ഉണ്ടെങ്കിലേ ഒരു പ്രതാപത്തിന് വിലയുള്ളൂ. ധന ആഗമന യോഗവും ഉണ്ട്. അതായത് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന വ്യാഴം ആഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന 11-ാം ഭാവം, ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമാണ് 11-ാം ഭാവം. അങ്ങനെ 2-11 ഭാവാധിപനാണ് ഈ വ്യാഴം. അത് ഏറ്റവും ബലവാനായിട്ടാണ് ആ 5-ാമിടത്ത് മിഥുനം രാശിയിൽ ഒരു വർഷത്തിൽ നിൽക്കുന്നത്. അപ്പോൾ കുംഭം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ വിജയങ്ങൾ സുനിശ്ചിതമായും വന്നു ചേരും. അതായത് തൊഴിൽ രംഗത്ത് ഏതെങ്കിലും തരത്തിൽ തൊഴിൽ തടസ്സങ്ങളോ തൊഴിൽ പരാജയങ്ങളോ ഒക്കെ ഉള്ളവർക്ക് തൊഴിൽ വിജയത്തിലേക്ക് വരും. പുതിയ സംരംഭം ആരംഭിക്കുന്നതിനും പ്രവർത്തനം നിലച്ചുപോയ സംരംഭങ്ങൾ പുനരാരംഭിച്ച് സാമ്പത്തിക നേട്ടത്തിലേക്ക് വന്നു ചേരുന്നതിനും യോഗമുണ്ട്. അത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആ നേട്ടങ്ങൾ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. വലിയ വലിയ ബിസിനസ്സുകളും വ്യാപാരങ്ങളും വ്യവസായങ്ങളും നടത്തുന്നവർ മാത്രമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവർ, ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരോ ബ്യൂട്ടീഷ് പാർലറിൽ ജോലി ചെയ്യുന്നവരോ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളോ, അതുപോലെ തന്നെയാണ് തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ധാരാളം സാധാരണക്കാരുണ്ട്. അവർക്കൊക്കെ ഈ വ്യാഴമാറ്റം കുംഭം രാശിക്കാർക്ക് അനുകൂലമാണ്. ഇനി അങ്ങോട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് മെസ്സേജ് ഒക്കെ അയച്ച ധാരാളം ആൾക്കാരുണ്ട് ഈ കുംഭം രാശിക്കാർ. അവർക്കൊക്കെ അനുകൂലമായിട്ട് ഒരു നല്ല കാര്യങ്ങൾ പെട്ടെന്ന് നിലച്ചിരിക്കാത്ത നേരത്ത് വന്നു ഭവിക്കുവാനുള്ള യോഗം ഈ ഒരു വർഷത്തേന് ഉണ്ട്. അത് സംസാരം കൊണ്ടും നയം കൊണ്ടുമൊക്കെ നല്ല സുഹൃത്തുക്കളെ നേടുവാൻ സാധിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും. സംസാരം കൊണ്ടൊക്കെ പിണങ്ങി മാറി നിന്ന സുഹൃത്തുക്കൾ നല്ല രീതിയിൽ അടുത്ത് വരുന്നതിനും സഹായഹസ്തവുമായിട്ട് വരുന്നതിനും, അതുപോലെ സഹോദര സ്ഥാനീയര്, മാതാപിതാക്കള്, ഗുരുജനങ്ങള് നല്ല ഒരു നിർദ്ദേശം കിട്ടിയാൽ മതി നല്ല ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന്. അതാണ് അധ്യാപകരുടെ ഒരു മേന്മ. എല്ലാ അധ്യാപകരെയും നമുക്ക് ഒരുപോലെ മേന്മയുള്ളവരാണ് എന്ന് പറയുന്ന ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. എന്നിരുന്നാലും അധ്യാപകർക്ക് പ്രഥമമായ ഒരു സ്ഥാനമാണ് ഉയർച്ചയിൽ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുക. അത് വിദ്യാഭ്യാസ കാലത്തായാലും വിദ്യാഭ്യാസത്തിന് ശേഷമായാലും അധ്യാപകർക്ക് അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠമായ പദവിയുണ്ട്. ധൈര്യവും വീര്യവും ഒക്കെ പ്രയോഗിച്ച് വിനിയോഗിച്ച് സ്വയാർജിതമായിട്ട്
വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പഠനത്തിനായിട്ട് കിട്ടുന്ന അവസരം, പ്രത്യേകിച്ച് ഈ +2 പാസ്സായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാര്, ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് പരീക്ഷ എഴുതി പാസ്സാകുന്നതിനും നല്ല രീതിയിൽ മാർക്ക് വാങ്ങി ഉപരിപഠനത്തിന്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടുക, നല്ല വിഷയമെടുത്ത് പഠിക്കാൻ സാധിക്കുക, അങ്ങനെയൊക്കെ യോഗമുണ്ട്. കലാകാരന്മാരായിരിക്കുന്നവർക്കും നല്ലതാണ്. കലയുമായി ബന്ധപ്പെട്ട മറ്റ് തൊഴിലുകളൊക്കെ ചെയ്യുന്ന നിരവധി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചെറിയ ചെറിയ തൊഴിലൊക്കെ ആണേലും പാചകകല, അതുപോലെ തന്നെ വസ്ത്ര നിർമ്മാണ കല, തയ്യൽ തൊഴിലാളികൾ, അതുപോലെ കെട്ടിട നിർമ്മാണം, ഇന്റീരിയർ ഡിസൈനിങ്, എക്സ്റ്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നത്, അത് കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നവര്, സ്റ്റേജ് പ്രോഗ്രാമുകൾ അറേഞ്ച്മെന്റുകൾ ചെയ്യുന്നവര്, ലൈറ്റ് അറേഞ്ച്മെന്റ് ആയാലും മറ്റ് മേക്കപ്പ് മാൻ ആയാലും ഇൻസ്ട്രുമെന്റേഷൻ കൈകാര്യം ചെയ്യുന്നവരും IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. അതുപോലെ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും വളരെയധികം അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും വന്നു ചേർന്ന് പഠിച്ചിറങ്ങിയവർക്ക്, ജോലി ഇല്ലാത്തവർക്ക് പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിനൊക്കെ നല്ല അനുകൂലമായിരിക്കുന്ന യോഗമുള്ള സമയമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമാണ്. ഒരു വാഹനം വന്നു ചേരുന്നതിനോ, പുതിയ ഒരു വാഹനം വന്നു ചേരുക, അല്ലെങ്കിൽ ഒരു ഗൃഹം പുതുക്കിപ്പണിയുക, പുതിയൊരു ഗൃഹം വന്നു ചേരുക, ഭൂമി വന്നു ചേരുക, അങ്ങനെ ശ്രമിക്കുന്നവർക്ക് അവരവരുടേതായ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുവാൻ യോഗമുള്ള ഒരു സമയമാണ്. മറ്റൊരു കാര്യം, ദീർഘനാളുകളായിട്ട് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിച്ച് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ ഇരിക്കുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി, ഈശ്വരാനുഗ്രഹത്തോടുകൂടി ഒരു ഉത്തമ സന്താന യോഗം കൂടി ഈ വർഷം വന്നു ചേരുവാൻ യോഗമുള്ള ഒരു വർഷമാണ്. അത് അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ കൂടെയുള്ള ഒരു യോഗമാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകാം, അപമാനങ്ങൾ ഉണ്ടാകാം, കേസോ പുക്കാറോ കോടതി കയറുകയോ പോലീസ് സ്റ്റേഷൻ കയറുകയോ ഒക്കെ ചെയ്യുന്നതിന് സൂചനയുണ്ട്. അത് കാരണം എതിർ ലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ പപ്പടം പൊടിയുന്ന പോലെ പ്രസ്റ്റീജ് പൊടിഞ്ഞു പോകും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്ക് ഇളക്കം വരാതെ ശ്രദ്ധിക്കണം. കൊള്ളി കാര്യങ്ങൾക്കൊക്കെ പോയി ഇടപെട്ട് മാനവും പോയി പണവും പോയി എന്നുള്ള സ്ഥിതിയിലേക്ക് വരാതെ വളരെ ഉയർച്ച പ്രാപിക്കേണ്ട ഈ സന്ദർഭം നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക, ഈശ്വര വിചാരത്തിലേക്ക് പോവുക, ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, മാതാപിതാക്കളുടെ വാക്കുകൾ കേൾക്കുക. അതുപോലെ തന്നെ കുടുംബ ജീവിതം നയിക്കുന്നവരെ കുടുംബത്തെ ജീവിത പങ്കാളിയും ഒക്കെ ആയിട്ട് ചേർന്ന് ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് വിജയത്തിലെത്തിക്കുവാനായിട്ട് സാധിക്കും. അത് കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ വളരെയധികം അഭിവൃദ്ധികൾ വന്നു ചേരും. കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവർക്കായാലും മറ്റ് വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കായാലും ഒക്കെ അഭിവൃദ്ധികരമാണ്. ഷെയർ മാർക്കറ്റിംഗ്, ബ്രോക്കറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, വിവാഹ ബ്രോക്കറിംഗ് ഉണ്ട്, വസ്തു ബ്രോക്കറിംഗ് ഉണ്ട്, വാഹന ബ്രോക്കറിംഗ് ഉണ്ട്, അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഇപ്പോൾ ബ്രോക്കറിംഗ് ഉണ്ട്. അതൊക്കെ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് ഏത് കാര്യത്തിലായാലും.